പട്ടാളക്കാരോട് എല്ലാവിധ ബഹുമാനവും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽ ഭടന്മാരാണ്. എന്നാൽ ഡാഷ് രവി ഇന്നലെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അത് മാപ്പ് പറയുക വേണം. കാരണം ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന ഓൻ്റെ വർത്താനുണ്ടല്ല, അത് പിൻവലിക്കുക തന്നെ വേണം. എടോ, നമ്മുടെ കർഷകന്മാർ പാടത്തും പറമ്പത്തും ചോരയും നീരും വിയർപ്പും ഒഴുക്കിയിട്ടാണ് ഈ ഐറ്റംസ് എല്ലാം ഉണ്ടാകുന്നത്. ഇത് 3 നേരം വെട്ടി വിഴുങ്ങണ്ടെങ്കിൽ ഇത് വെറുതെ കിട്ടൂല, ആകാശത്ത് നിന്ന് കിട്ടൂല, മഴയായിട്ട് കിട്ടൂല കേട്ടാ. ഇതിങ്ങനെ ഇളക്കിയിട്ട് ഒലത്തിക്കഴിഞ്ഞാൽ 3 നേരം കുടുംബത്തിൽ എനിക്കെല്ലാം ഞണ്ണാൻ കഴിയും. എന്നിട്ട് പച്ചക്കറി ഉണ്ടല്ല, ഇത് കർഷകന്മാർ വിളവെടുത്തിട്ട് ഇത് ചന്തയിൽ മാർക്കറ്റിൽ നീ പറഞ്ഞ പച്ചക്കറി മാർക്കറ്റിൽ എത്തിയിട്ട് വേണോ നിൻ്റെയൊക്കെ വീട്ടിലെത്താൻ. അത് ക്രയവിക്രയം ചെയ്യുന്ന ആളുകളാണ് പച്ചക്കറി മാർക്കറ്റിൽ. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ മാർക്കറ്റ് കേന്ദ്രീകരിച്ചിട്ട് ഉപജീവനം നടത്തുന്നത്. അതിൽ വൻ ബിസിനസ്സുകാരുണ്ടാവും, അതും ഒരു സേവനം തന്നെ. 23 വർഷമായി ഒമാൻ്റെ മണ്ണിൽ വെജിറ്റബിൾ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ ഈ വിനീതൻ ജോലി ചെയ്യുന്നു. ആയിരക്കണക്കിന് മലയാളികളാണ് ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരേ ജോലിയിൽ ഈ പച്ചക്കറി മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത്. അത് നീ മനസ്സിലാക്കണം. ഇന്ത്യൻ സമ്പദ്ഘടനൻ്റെ ഒരു വലിയൊരു ഭാഗം ലോകത്തുള്ള മുഴുവൻ പ്രവാസികളാണ്. അതിൽ പച്ചക്കറി മാർക്കറ്റും ഉണ്ട്. അത് നീ അറിയാതെ പോകരുത്. ഇവിടെ കോടീശ്വരന്മാരുണ്ട്, ചെറിയ ശമ്പളത്തിന് പണിയെടുക്കുന്നവരുണ്ട്. അവരൊക്കെ കുടുംബം പോറ്റുന്നത് ഈ പച്ചക്കറിയിലൂടെയാടാ. എന്തെങ്കിലും പറയുമ്പോൾ നോക്കണ്ടേ. ഒരു വിഭാഗത്തെ അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന ടോക്ക് അത് വേണ്ട, നിർത്തിക്കളാട്ടാ. നമ്മുടെ നാട്ടിലെ ജീവകാരുണ്യ സാമൂഹ്യ സാന്ത്വന സേവനങ്ങളിൽ വലിയൊരു പങ്ക് നമ്മുടെ ഈ മാർക്കറ്റിൽ നിന്ന് പോകുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന പച്ചക്കറി മാർക്കറ്റായതുകൊണ്ട് പറയുന്നതാണ്. അത് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലുള്ള പച്ചക്കറി മാർക്കറ്റിൽ മലയാളികൾ അല്ല ഇന്ത്യക്കാരുണ്ടെങ്കിൽ ആ ഒരു പങ്ക് നമ്മുടെ രാജ്യത്ത് എത്തുന്നുണ്ട്. നീ പറഞ്ഞ പോലെ അത്ര വലിയ വില കുറഞ്ഞ പണിയൊന്നുമല്ല, ഇവിടെ ടിപ്പ് ടോപ്പിലാണ്. ഇവിടെ ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയും അവരെ ഡ്രസ്സും അവരെ ഭാഷയും അവരെ കൾച്ചറും ഇവിടെ വന്നിട്ടൊന്ന് പഠിക്കാൻ നിങ്ങൾ ക്ഷണിക്കാന്ന് കേട്ടാ. നീ പറഞ്ഞ ആ തരം താഴ്ത്തുന്ന ആ വർത്താനല്ല, അത് അതോടുകൂടി നിർത്തിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അയാൾക്കെതിരെ നടപടിയെടുക്കണം. ഒരു വിഭാഗത്തെയാണ് അവർ അടച്ചാക്ഷേപിച്ചത് ഇത്രയും നീചമായ ഒരു ഭാഷ്യത്തിൽ. കാരണം എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഡാഷ് രവി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല.